ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൈക്രോ ആക്ച്വേറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോ ആക്ച്വേഷൻ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ നോക്കിയത്. സോ നമുക്കൊരു ഒരുപാട് മൈക്രോ ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള മൈക്രോ ആക്ച്വേറ്റേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കി പോകാം. ഓക്കെ, നമുക്ക് ആദ്യം മൈക്രോ ഗ്രിപ്പേഴ്സ് ആണ്. അതൊരു മൈക്രോ ആക്ച്വേഷൻ തന്നെയാണ്. മൈക്രോ ആക്ച്വേറ്റർ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഗ്രിപ്പിംഗ് മൂവ്മെൻറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആംസ് ആണ്. മൈക്രോ ഗ്രിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഭാഗം. ഇത് ക്ലോസ് ചെയ്യുകയാണ് നമ്മുടെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു 2 ഇലക്ട്രോഡ്സ് വെച്ചിട്ടുണ്ട്. സോ 2 പാരലൽ പ്ലേറ്റ് ആയിട്ട് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. സോ ഇതിൽ നമ്മൾ വോൾട്ടേജ് സപ്ലൈ നമ്മൾ കൊടുക്കുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ജനറേറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ളത് ക്ലോസ് ആവുകയും ഇവിടെയുള്ള നമുക്ക് ഏതാണോ ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റിനെ ഗ്രിപ്പ് ചെയ്തിട്ട് നമുക്ക് പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ടിലെല്ലാം ഒരു ഗ്രിപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അത് തന്നെ ഇൻപ്ലെയിൻ ഫോഴ്സസ് ആയിട്ട് നമ്മൾ ഈ പ്ലേറ്റിനെ ഇതാക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ പാരലൽ പ്ലേറ്റ് ഈ ഒരു രീതിയിൽ വെർട്ടിക്കലായിട്ട് നമ്മൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തരം ബെൻഡിങ് ചെയ്ത് കൃത്യമായിട്ടുള്ള നല്ലൊരു ഗ്രിപ്പിംഗ് ഫോഴ്സ് നമുക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ഗ്രിപ്പേഴ്സ് ഉപയോഗിക്കുന്നത്. സോ ഇതാണ് മൈക്രോ ഗ്രിപ്പർ. ഇത്രയേ ഉള്ളൂ പറയാൻ നമുക്ക്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് നമ്മൾ ഓൾറെഡി നേരത്തെ നോക്കിയതുകൊണ്ട് സോ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മൈക്രോ ഗ്രിപ്പർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് മൈക്രോ മോട്ടോഴ്സ് ആണ്. സോ ഇവിടെ നമുക്ക് മോട്ടോഴ്സ് നമുക്ക് പഠിക്കാനുള്ളത് 2 രീതിയിലാണ്. ഒന്ന് ലീനിയർ മോട്ടറായിട്ട് നമ്മൾ പഠിക്കും, പിന്നെ ഒന്ന് നമ്മൾ റോട്ടറി മോട്ടറായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ലീനിയർ മോട്ടർ എന്ന് പറയുന്നത് ലീനിയർ മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ നിങ്ങൾ റോബോട്ടിക്സിലൊക്കെ നിങ്ങൾ ഉപയോഗിച്ചില്ലേ ലീനിയർ മോഷൻ എന്ന് പറഞ്ഞിട്ട് ബാൾ സ്ക്രൂസ് ഒക്കെ വെച്ചിട്ട് ഒരു സ്ക്രൂവിൽ ഒരു നട്ട് വെച്ചിട്ട് ആ നട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിൽ ലീനിയർ മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നട്ട് ആ സ്ക്രൂവിൻ്റെ മുകളിലൂടെ നീങ്ങും അല്ലേ. അപ്പോൾ ആ നീങ്ങുന്ന ലീനിയർ മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ റാക്ക് ആൻഡ് പിനിയൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ നമ്മൾ ഇവിടെ മൈക്രോ ലെവലിൽ എങ്ങനെ നമ്മൾ മൈക്രോ ലീനിയർ മൂവ്മെൻറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നെയാണ്. മാഗ്നറ്റിക് ലെവിറ്റേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലീനിയർ മൂവ്മെൻറ്റ് ഇത് ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ താഴെയുള്ള ഈ ഇലക്ട്രോഡ്സ്, ഡാർക്ക് കളറിൽ കാണുന്ന ഇലക്ട്രോഡ്സ് നമ്മൾ ഫിക്സ് ചെയ്യും. എന്നിട്ട് മുകളിലാണ് മൂവ്മെൻറ്റ് നമ്മൾ മൂവബിൾ ഇലക്ട്രോഡ്സ് വെക്കുന്നത്. ഇതിൽ നമുക്ക് ഇതാണ് വിഡ്ത്ത് എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് നമ്മൾ സെയിം തന്നെ ആയിരിക്കും ഓരോ സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ വിഡ്ത്തിൻ്റെ 1/3 സ്പേസ് വിട്ടിട്ട് അടുത്തൊരു ഇലക്ട്രോഡ് അറേഞ്ച് ചെയ്യും. നെക്സ്റ്റ് ഇലക്ട്രോഡിലേക്കുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണോ വിഡ്ത്ത് ഉള്ളത് അതിൻ്റെയും 1/3 പ്ലസ് ചെയ്തിട്ടാണ് ഓരോ അറേഞ്ച് ചെയ്ത് പോവുക. എന്നിട്ട് നമ്മൾ ഇതിന് വോൾട്ടേജ് സപ്ലൈ കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ലെവിറ്റേഷനിലൂടെ ഇവിടെ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവുകയും ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ലീനിയർ മൂവ്മെൻറ്റ് മുകളിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യും. സോ ഇതാണ് ലീനിയർ മൈക്രോ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. റോട്ടറി മോട്ടോഴ്സ് ഇങ്ങനെ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റാറ്ററും റോട്ടറും ഉണ്ടാവും. ഈ സ്റ്റാറ്റർ ഒരു മാഗ്നറ്റിക് ഫീൽഡായിരിക്കും, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡായിരിക്കും. ഇത് നമ്മൾ മാഗ്നറ്റിക് ഇത് കൊടുക്കുമ്പോൾ ഫീൽഡ് നമ്മളതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഉണ്ടാവുകയും റിപ്പൾസീവ് ഫോഴ്സിൽ ഇതിന്ന് ഇവിടെ ഫിക്സഡ് ആണ്, ഇത് മുകളിൽ ഉണ്ടാവും. ഇത് ഫിക്സഡ് ആണ്, ഇത് നമുക്ക് റോട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് ഇതിൽ നിന്ന് തെന്നി മാറും. ആ തെന്നി മാറുന്നത് ഒരു ഡിഗ്രി ഓഫ് ടേൺ മൂവ്മെൻ്റ് ആണ്. അങ്ങനെ ഇത്ര നമ്മൾ നമ്പർ ഓഫ് റോട്ടേഴ്സിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ നിന്ന് നമ്മൾ റോട്ടറി മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യും. ഇത് നമുക്ക് പല റോബോട്ടിക് ആപ്ലിക്കേഷൻസിൽ അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന പല ഇലക്ട്രോണിക് ഡിവൈസസിലെല്ലാം ഇത് ഉപയോഗിക്കുന്നുള്ളതാണ് നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയാനുള്ളത് മൈക്രോ റോട്ടറി മോട്ടോഴ്സിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞാൽ മൈക്രോ വാൽവ് ആണ്. ഇവിടെയാണ് നമ്മൾ മറ്റ് ആക്ച്വേഷൻ പ്രിൻസിപ്പിൾസ് തെർമൽ ആയാലും അതേപോലെ തന്നെ ഷേപ്പ് മെമ്മറി അലോയ്സിൻ്റെയൊക്കെ നമ്മൾ പഠിച്ചതിൻ്റെ എക്സാമ്പിൾസ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ ഷേപ്പ് മെമ്മറി അലോയ് ആണെങ്കിൽ ഇതിൽ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ തെർമൽ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, തെർമൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 മെറ്റീരിയൽ ഉപയോഗിക്കണം. അതിന് പകരം നമ്മളിവിടെ ഷേപ്പ് മെമ്മറി അലോയ് ആണ് ഉപയോഗിച്ചിരിക്കുന്നുള്ളത് ജസ്റ്റ് അസ്യൂം ചെയ്യുക. നമുക്ക് ഇവിടെ ഹീറ്റ് ചെയ്യാനുള്ള ഹീറ്റിംഗ് റിങ്സ് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഫ്ലോ ഔട്ട്ലെറ്റ്, ഇതിലൂടെ ഇൻലെറ്റ് ഫ്ലോ ഉണ്ടാവും. നമ്മൾ ഒരു ഫ്ലോൻ്റെ ഇതിലേക്ക് വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഈ മൈക്രോ വാൽവ്. ആ സമയത്ത് ഇത് ഹീറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് ക്ലോസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എപ്പോഴാണോ നമുക്ക് ഇതിലേക്ക്
കടത്തി വിടുന്നത്. ആ സമയത്ത് ഇവിടുന്ന് ഹീറ്റ് റിമൂവ് ചെയ്യും. ഹീറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു ഒറിജിനൽ ഷേപ്പിലേക്ക് വരും. മീൻസ് നമുക്ക് എങ്ങനെയാണോ ഷേപ്പ് ഇരിക്കുന്നത് ആ ഷേപ്പിലേക്ക് ഇതിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഇവിടെയുള്ള ഇത് ഓപ്പൺ ആവുകയും ഫ്ലോ ഇതിലൂടെ കടന്ന് നമുക്ക് ഔട്ട്ലെറ്റിലേക്ക് പോവുകയും ചെയ്യും. ഇനി ഫ്ലോ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വീണ്ടും നമ്മൾ ഹീറ്റ് കൊടുക്കും. ഹീറ്റ് കൊടുക്കുമ്പോൾ ഇത് താഴ്ന്ന് ബെൻഡ് ചെയ്ത് വന്ന് ഇവിടെ ക്ലോസ് ആയിട്ടിരിക്കും. ഫ്ലോ ഇതിലേക്ക് സപ്ലൈ കട്ടാവുകയും ചെയ്യും. ഇതാണ് മൈക്രോ വാൽവിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വേറൊരു രീതിയിലുള്ള മൈക്രോ വാൽവ് ഉണ്ട്. അതെന്ന് പറയുന്നത് നമുക്കിവിടെ ഇതേ സെയിം തന്നെയാണ്. നമ്മൾ ഇവിടെ ഹീറ്റ് മീൻസ് ഇലക്ട്രിക് ഹീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ലിക്വിഡിനെയാണ് ഹീറ്റ് ചെയ്യുക. ലിക്വിഡിനെ ഹീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇത് ബെൻഡ് ആവും. ഇവിടുത്തെ വിസ്കോസിറ്റിയും മറ്റു കാര്യങ്ങൾ ഇൻക്രീസ് ആവുകയും ഇത് ബെൻഡ് ആവുകയും ചെയ്യും ആ വെയിറ്റിൽ. അപ്പോൾ നമ്മൾ ഇത് വാൽവാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ആക്ച്വലി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സപ്ലൈ കട്ട് ചെയ്യാനുള്ള വാൽവ് അല്ല ഇത്. നമ്മൾ വാൽവ് റെഗുലേഷൻ വാൽവ് മീൻസ് നമ്മൾ ഫ്ലോ റെഗുലേഷൻ വാൽവായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ ഫ്ലോ റെഗുലേഷൻ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫ്ലോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇത്ര 100% മീൻസ് നമുക്കിപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടർ ഫ്ലോ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സമയത്ത് ഇപ്പോൾ ഇത്ര വോളിയം ഇത് വരണ്ട, നമുക്ക് ഇത്ര ഫ്ലോ ഇതിലേക്ക് വരണ്ട, സോ കൺട്രോൾ ചെയ്യണം, കുറച്ച് ഇത് വന്നാൽ മതി. ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ലിക്വിഡ് ഹീറ്റ് ആവും. ഹീറ്റ് ആകുമ്പോൾ ഇത് ബെൻഡ് ആവാൻ തുടങ്ങും. ഓക്കെ, ഇതൊരു ബീമാണ്, സിലിക്കൺ മെമ്പറാണ്. അപ്പോൾ ഇത് ബെൻഡ് ആവാൻ തുടങ്ങും. ആ ബെൻഡ് ആവുന്നതനുസരിച്ച് ഇത് താഴേക്ക് ഇതിൻ്റെ സ്പേസ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ സ്പേസ് കുറയും. നമുക്ക് ഈ ഇവിടെ ഓപ്പൺ സ്പേസ്, അതിനനുസരിച്ചുള്ള ഫ്ലോ മാത്രമേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. സോ ഈ ഒരു രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലോ കൺട്രോൾ വാൽവായിട്ടാണ് ഇത് ഉപയോഗിക്കുക. ഇതെന്ന് പറയുന്നത് ഫ്ലോ ഓപ്പൺ ക്ലോസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വാൽവ് ഉപയോഗിക്കാം. ഓക്കെ, സോ ഇത് രണ്ട് മൈക്രോ വാൽവ്സ് ആണ്, പല ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത മൈക്രോ പമ്പ്സ് ആണ്. മൈക്രോ പമ്പ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹൈ പ്രഷറിൽ നമുക്കൊരു ഫ്ലൂയിഡ് പുറത്തേക്ക് പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കപ്പാസിറ്റൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആ കപ്പാസിറ്റൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കൺസെഷൻ. ഇവിടെ നോക്കിക്കോളൂ, ഇതാണ് ഇൻലെറ്റ്. ഇവിടെ ഒരു ഇൻലെറ്റ് വാൽവ് ഉണ്ട്. ഇത് ഔട്ട്ലെറ്റ്. ഇവിടെയാണ് നമ്മൾ ഈ ഇൻലെറ്റിലൂടെ ഇവിടെയാണ് മീൻസ് ഫ്ലൂയിഡ് എന്ന് വേണ്ട ഫ്ലൂയിഡ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇവിടെ ഹൈ പ്രഷർ അച്ചീവ് ചെയ്തിട്ട് ഈ ഔട്ട്ലെറ്റിലൂടെ നമ്മൾ എവിടേക്കാണോ കൊണ്ടുപോകുന്നത് അവിടേക്ക് നമ്മൾ പമ്പ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോഡ്സ് ഉണ്ടാവും, കപ്പാസിറ്റൻസ് ആണ്. സോ ഇലക്ട്രോഡ്സ് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് ക്രിയേറ്റ് ആവും. ഈ കപ്പാസിറ്റൻസ് ക്രിയേറ്റ് അനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ബെൻഡാവും. ഇങ്ങോട്ട് ബെൻഡ് ആവില്ല, ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ബെൻഡ് ആവും. ഇത് ബെൻഡ് ആവുമ്പോൾ ഇവിടെ സ്പേസ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇവിടെ വാക്വം ജനറേറ്റ് ആവും. ഈ വാക്വം ജനറേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഫ്ലൂയിഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. ആ എൻ്റർ ചെയ്ത് ഇത് ഫില്ലാവുന്നവരേക്കും ഇവിടെ കപ്പാസിറ്റൻസ് ഉണ്ടാവും. എപ്പോഴാണോ നമ്മൾ കപ്പാസിറ്റൻസ് നമ്മൾ മീൻസ് ഈ ഇവിടുത്തെ ചാർജ് റിലീസ് ചെയ്യുന്നത്, ഈ ചാർജ് റിലീസ് ചെയ്യുമ്പോൾ ഇത് ഒറിജിനൽ പൊസിഷനിലേക്ക് വരികയും ഇവിടെ കംപ്രസ് ആവുകയും ഇവിടെ വിളിക്കുന്ന ഈ ചെറിയ സ്പേസ് ഇവിടെ ബെൻഡായിട്ട് ഇവിടെ ഒരു സ്പേസ് കൂടിയിരുന്നല്ലോ, ആ സ്പേസ് ഇവിടെ തിരിച്ചിങ്ങോട്ട് ഇറങ്ങുകയും അപ്പോൾ നമുക്കിവിടെ കംപ്രസ് ആവുകയും ഇവിടെ പ്രഷർ ഇൻക്രീസ് ആവുകയും ചെയ്യും. ആ ഇൻക്രീസ്ഡ് പ്രഷറിൽ ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് നമ്മൾ എവിടേക്കാണോ കൊണ്ടുപോകേണ്ടത് ആ ഒരു ലൈനിലേക്ക് ഹൈ പ്രഷറുടെ ഫ്ലൂയിഡ്സ് നമ്മൾ ഔട്ട്ലെറ്റിലേക്ക് കടത്തി വിടുകയും ചെയ്യും. ഇതാണ് മൈക്രോ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഫിഗേഴ്സ് വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും, 10 മാർക്കിനെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ എല്ലാം ഫിഗർ പഠിച്ച് അതിൽ നിന്ന് നിങ്ങളത് വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. പെൻസിൽ വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഫിഗർ ഇല്ലാതെ മാർക്ക് കിട്ടില്ല. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.